ഇങ്ങോട്ട് വരാൻ ഇല്ല വികാസേ നീ അങ്ങോട്ട് ചെല്ലടാ ഒന്ന് പറയാം ചെല്ലങ്ങോട്ട് വാടവേ ഇങ്ങോട്ട് അല്ലേ ഇരിയടാവേ ഇരി എടാ പേടിയായാലും ഇരിയടാ അവിടെ അങ്ങോട്ട് ഇരിക്കുന്നത് ഇരി എടാ ബാബു വളരെ കാലത്തിന് ശേഷമാണ് നമ്മൾ തമ്മിലൊന്ന് കാണുന്നത് അതുകൊണ്ട് നമുക്കൊന്ന് ആഘോഷിക്കണം എടാ വികാസേ എടാ ചേട്ടന്റെ പരിചയക്കാരെങ്കിലും കണ്ടാൽ എടാ ഡോക്ടറെ നീ ഇങ്ങനെ അങ്ങോട്ട് പേടിച്ചാലോ അല്ല നാരായണനോ 3 വിസ്കി ലാർജ് വിത്ത് സോഡ എനിക്ക് വേണ്ട നോ എടാ അല്ലേ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല പ്ലീസ് വേണ്ട ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത പലതും പിന്നീട് ചെയ്യേണ്ടി വരുന്നില്ലേ വെരി കറക്റ്റ് എടാ ബാബു നീ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാ പിന്നെ നിന്റെ ഈ സോക്കാർഡ് ചരിത്രം സൂക്ഷിക്കൂ അളിയാ ഇവന്റെ ഫസ്റ്റ് നൈറ്റ് തന്നെ ഒരു ഉഗ്ര റേപ്പ് സീൻ ആയിരിക്കും നാരായണ രാത്രി എത്ര മണിക്കാ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണിക്ക് പുതിയ ഒരു പെണ്ണിന്റെ ഫോട്ടോ വാതുക്കൽ കണ്ടല്ലോ ഏതാ സാധനം ബെറ്റി ഗോവാക്കാരിയ എങ്ങനെ ഇരിക്കുന്നു ഉഗ്ര സാധനമാ നാരായണ ഷോ കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ സാറ് പറഞ്ഞാ പിന്നെ എന്നാ പോയി അറേഞ്ച് ചെയ്യും അപ്പൊ ഇന്ന് രാത്രി ക്യാമറയൊക്കെ കണ്ട് ആഘോഷമായിട്ടങ്ങ് പിരിയാം എന്താ ഞാനില്ല ഇരി അവിടെ ഇരിക്കടാ അവിടെ ഇതാ വികാസ് എനിക്ക് വേണ്ട ഇത് നീ കുടിച്ചില്ലെങ്കിൽ നിന്റെ തലയെ കൂടെ ഒഴിക്കും കണ്ണു അടച്ചങ്ങ് കുടിച്ചേരെ വേണ്ട ഒരു സിപ്പ് മതിന്ന് കുടിക്കേ ഞാൻ പറയുന്നത് കേട്ടോട്ടെ കുടിക്കുന്നത് അങ്ങനെ കുടിക്കേ അങ്ങനെ കോൺഫറൻസിന് ഈ മിനിസ്റ്റർ എന്ന് വെച്ചാൽ ആരാ മിനിസ്റ്റർ മീൻസ് മന്ത്രി ആ മന്ത്രിക്ക് എന്താ ജോലി അത് ഉദ്ഘാടനം അപ്പൊ നമ്മുടെ മമ്മിയോ ഇന്നാൾ ഉദ്ഘാടനം ചെയ്തല്ലോ മമ്മി മന്ത്രിയാണോ ചിലപ്പോ ആയിരിക്കും മമ്മി മമ്മി മന്ത്രിയാണോ മന്ത്രി ആ ഈ നീന പറഞ്ഞു ഇതാണോ പഠിത്തം അടുത്ത ആഴ്ച ടെസ്റ്റ് പേപ്പർ അല്ലേ മിണ്ടായിരുന്നു പഠിക്കും ഒരു ബുക്ക് എടുത്തിട്ട് ബാക്കി എല്ലാം കൊടുത്തേ അത് വേണ്ട മമ്മി പറഞ്ഞ കേക്ക് മമ്മി ബുക്ക് എടുത്തരാം കേട്ടോ നല്ല മോനല്ലേ കണ്ടോ മമ്മി ഇവനെന്റെ യന്ത്ര മെഷീന് കണ്ടോണ്ട് പോവായിരുന്നു എടാ നീ വീണ്ടും മോഷ്ടിക്കാൻ തുടങ്ങിയല്ലേ ഡാഡി ഇങ്ങ് വരട്ടെ അടിച്ചെന്റെ തൊടയില് തോല് പൊട്ടിക്കാൻ പറയാം
പോയി കിടന്നോളൂ. സ്വന്തം ഭാര്യ മറ്റൊരുത്തിന്റെ കൂടെ കിടക്കുന്നത് കണ്ടാൽ അവരെ വെട്ടിക്കൊല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? എന്നെ എന്റെ സ്ഥാനത്ത് ഏമാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ചേട്ടാ, ഞാൻ
ഒരച്ഛനെ പോലെയാണടാ നിന്നെ ഞാൻ വളർത്തിയത്. എന്നോട് നീ ഇത് ചെയ്യരുതായിരുന്നു. പറയൂ, നീയും അവളും തമ്മിൽ ഈ ബന്ധം തുടങ്ങിയിട്ട് എത്ര നാളായി? ചേട്ടാ, നിന്നെയും അവളെയും പേപ്പട്ടിയെ പോലെ വെടിവെച്ചു കൊള്ളാൻ എനിക്ക് സാധിക്കും. പക്ഷേ ഈ കുടുംബത്തിന്റെ മാന്യത... ചേട്ടാ, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. അവളെയും കുട്ടി എവിടെയെങ്കിലും പോയി ജീവിച്ചോളൂ. ആവശ്യമുള്ള പണം ഞാൻ തരാം. അല്ലെങ്കിൽ എന്നെ നീ കൊന്നോളൂ. ഇതാ. ചേട്ടാ, എനിക്ക് മാപ്പ് തരൂ. മാപ്പ് ചേട്ടാ. ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കൂ. ഇത്രയും നാൾ നീയും അവനും ചേർന്ന് എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഞാൻ നിരപരാധിയാണ്. അവനാണ് എന്നെ... അവനെല്ലാം തുറന്നു പറഞ്ഞ് സമ്മതിച്ചു കഴിഞ്ഞു. എന്നിട്ടും നീ എന്നെ മഠേനാക്കാൻ ശ്രമിക്കുകയാണോ? അവൻ എന്റെ സമ്മതിച്ചെന്നാണ്. അവനാണ് എന്റെ... സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് കേൾക്കണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇല്ല, ഇല്ല, ബാലേട്ട തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നിരപരാധിയാ ബാലേട്ട. നിരപരാധി? അതെ. നിന്നെ ഞാൻ... ഇവന്റെ തന്താരാടി അവനല്ലേ?